ഹരീഷ് പേരടി എന്നാൽ അച്ഛൻ വലിയ സന്തോഷത്തിലായിരിക്കണം. മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. അയാൾ UK-യിൽ സെറ്റിൽഡാണ്. അയാൾ സിനിമയുമായൊക്കെ സഹകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ മകനും നാടകമൊക്കെയായി മുന്നോട്ട് പോകുന്നു. അയാളും സിനിമയായിട്ട് സഹകരിക്കുന്നു. സ്വസ്ഥമായ കുടുംബജീവിതം. പക്ഷേ എന്നാൽ ഹരീഷ് പേരടി തന്നെ അതേ പ്രായമുള്ള മറ്റൊരു അച്ഛൻ്റെ വേദന. ഒരുപക്ഷെ മകൻ ഇന്ന് രാസലഹരിക്ക് മുഴുവനുമായും അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവൻ അമ്മയെയും അച്ഛനെയും സഹോദരനെയും ഒക്കെ കൊലവിളി നടത്തുന്ന രാത്രികളും പകലുകളും ഒക്കെ ആയിരിക്കും അച്ഛൻ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ വിധത്തിലുള്ളൊരു സത്യവും യാഥാർത്ഥ്യവും കൂടിയില്ലേ? അതിനെപ്പറ്റി ഹരീഷ് പേരടി ആലോചിക്കാറുണ്ടോ? തീർച്ചയായിട്ടും അത് വലിയ നമ്മളിപ്പോൾ കേൾക്കുന്ന ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളിൽ കൊലപാതക പരമ്പരകളുടെ വാർത്തകൾ ഇതൊക്കെ നമ്മൾ പെട്ടെന്നുണ്ടായതല്ലല്ലോ, കുറച്ചായിട്ട് നമ്മളെ ഇതില്ല. അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ഈ ലഹരിയുടെ അതിഭീകരമായ ഉപയോഗമുണ്ട് എന്ന് പറയുന്നത് പത്രക്കാർ മാത്രമല്ല, നിയമ സംവിധാനങ്ങളും പറയുന്നുണ്ട് അല്ലേ? പോലീസും കോടതിയും ഒക്കെ ഇതിൻ്റെ പിന്നിലുള്ള ഓരോ കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമുണ്ട് ഇവിടെ. മയക്കുമരുന്ന്, പ്രത്യേകിച്ച് രാസലഹരി പോലെയുള്ള മയക്കുമരുന്നുകൾ അതിഭീകരമായി കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും പുതിയ തലമുറയിലെ കുട്ടികൾ അതിന് അടിമപ്പെടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിന് അതിഭീകരമായ നിയന്ത്രണം ആവശ്യമാണ്. ആ നിയന്ത്രണം ആരാണ് ചെയ്യേണ്ടത്? അത് ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അത് മൊത്തം സമൂഹത്തെ മുഴുവൻ കൂടെ നിർത്തിക്കൊണ്ട് വേണം. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ് നിയമസഭയിൽ ഒരു കാര്യം പറഞ്ഞത്, അത് അംഗീകരിക്കപ്പെടേണ്ട സാധനമാണ്. ഇത് എല്ലാവരുടെയും സപ്പോർട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ആ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം അദ്ദേഹത്തിന്. അങ്ങനെ തന്നെയാണ് ഇത്. കാരണം ഇതൊരു മൊത്തം സമൂഹത്തിൻ്റെയും പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഒരു സർക്കാരുകളൊക്കെ മാറി മാറി വരും. അല്ലാതെ ഒരു സർക്കാർ, പക്ഷേ ആ ഭരിക്കുന്ന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൻ്റെ കൂടെ മറ്റുള്ളവരും കൂടി അണിചേർക്കുക എന്നുള്ള ഒരു പരിപാടിയുണ്ട്. അങ്ങനെ തന്നെ ഇതിനൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. പ്രതിഷേധത്തിനും കൂടി വളരെ ക്രിയാത്മകമായിട്ടുള്ള കുറേ സാധ്യതകളോ അല്ലെങ്കിൽ ശ്രമങ്ങളോ ഒക്കെ കൂടി നടത്തിയിട്ടുള്ള ഒരാളായിട്ട് ഹരീഷ് ഏട്ടന് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ശാന്തകുമാരനെ അനുസ്മരിപ്പിക്കുന്ന വേദിയിൽ നിന്ന് അവിടെ നിന്ന് ചില കാരണം കൊണ്ട് തിരിച്ചു വരേണ്ടി വരുമ്പോൾ മരണപ്പെട്ട ശാന്തകുമാരൻ ഒരു കത്ത് എഴുതുകയാണ് ചെയ്യുന്നത് സാമൂഹ്യ മാധ്യമത്തിൽ. അല്ലെങ്കിൽ രഞ്ജിത്തിനെതിരെയുള്ള പ്രതിഷേധത്തിനകത്ത് വന്ദേ മുകുന്ദ ഹരേ എന്നുള്ള അതേ ടോണിൽ കൂകി വിളിക്കുകയാണ്. പ്രതിഷേധത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ആക്രോശത്തിൽ അത് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലും ഈ ക്രിയേറ്റിവിറ്റി കണ്ടുപിടിക്കാൻ അതെങ്ങനെ സാധിക്കുന്നു? നാടകം തന്ന ഒരു രീതിയാണ്. നാടകം എപ്പോഴും അത് തന്നെയാണ്. നാടകം നമ്മളെ ഓർമ്മപ്പെടുത്തും. നാടകം പെട്ടെന്ന് കളിക്കേണ്ടി വരും. ഒരു ദിവസം പൊക്രാനിൽ ബോംബ് പൊട്ടിയ സമയത്ത്, അന്ന് അണുബോംബ് വർഷിച്ച സമയത്ത് ഞങ്ങൾ വൈകുന്നേരം ടൗൺ ഹാളിൻ്റെ അടുത്ത് ഇങ്ങനെ ആർട്ട് ഗാലറിന് മുന്നിൽ വന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പം അന്ന് മധുമാഷ് ഉള്ള സമയമാണ്. മധുമാഷ് പറഞ്ഞു, നമുക്കൊരു നാടകം കളിക്കണ്ടേ ഇതിനെതിരെ, നമ്മൾ കളിക്കാം. അപ്പം അങ്ങനെയാണ് ഇന്ന് കളിക്കാം. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടൊരു നാടകം ഉണ്ടാക്കും. ഏത് അണുബോംബുകൾക്കിടയിലും പാറ്റകൾ ജീവിക്കും, പാറ്റകളെ കൊല്ലാൻ പറ്റില്ല അണുബോംബുകൾക്ക് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ആ ചർച്ച പോവുകയാണ്. അങ്ങനെ ഞങ്ങളൊരു നാടകം കളിക്കുകയാണ്. ഞാൻ, ശശിയും മധുമാഷും കൂടെ ചേർന്ന് എങ്ങനെ ഒരു നല്ല പാറ്റയാകാം, അതാണ് ആ നാടകത്തിൻ്റെ പേര്. അങ്ങനെ അത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ആദ്യം കളിക്കുന്നു, പിന്നീട് അത് ടൗൺ ഹാളിന് മുന്നിൽ കളിക്കുന്നു, പിന്നെ അവിടുന്ന് അപ്പം തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട്, അങ്ങനെ 3 സ്ഥലത്ത് അന്ന് വൈകുന്നേരം ആ നാടകം കളിക്കുകയാണ്. ഇത് എന്തിനു വേണ്ടിയാണ് കളിക്കുന്നത്? ആരെയും പണം തരുമെന്ന് വിചാരിച്ചിട്ടാണോ? ബക്കറ്റ് കുലുക്കിയിട്ടാണോ? ഒന്നുമല്ല. അത് അവിടെ പറയപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത് പറയണം എന്ന് തോന്നുന്നതുകൊണ്ടാണ് നമ്മളതിന്ന് ആ നാടകം കളിക്കുന്നത്. അതേപോലെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാടകം തന്ന ഇതാണ് ഇത്തരം സംഭവങ്ങൾ. അപ്പോൾ അതിലൊരു കലാപരമായ ഒരു പ്രതികരണമായിരിക്കും അത് ഉണ്ടാവുക. പ്രതികരിക്കേണ്ട സമയത്ത് പുതിയ മാധ്യമങ്ങളിലൂടെ, പുതിയ രീതികളിലൂടെ പ്രതികരിക്കുന്നു എന്ന് മാത്രം. സിനിമ നിർമ്മിച്ചപ്പോൾ ഒരുപാട് നാടക പ്രവർത്തകർക്ക് അവസരം കൊടുത്തു. ഇപ്പോൾ CT ബെർണാഡിനെ പോലുള്ള ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരു കലാകാരിക്കും വേഷം കൊടുത്തു. ഇതൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ ആ വിധത്തിലുള്ള ഉൾപ്പെടുത്തലുകൾ കൂടി വേണമെന്ന് ചിന്തയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് അഖിലുമായിട്ടുള്ള ഞങ്ങളുടെ ചർച്ചയിൽ തന്നെ തുടക്കം മുതൽ തന്നെ, ഇപ്പോൾ ഈ സിനിമ എന്നല്ല ഏതൊരു സിനിമയാണെങ്കിലും ഞങ്ങൾ അതിൻ്റെ തുടക്കം മുതൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കാസ്റ്റിങ്ങിനെ കുറിച്ചാണെങ്കിലും അതിൻ്റെ മറ്റ് സെലക്ഷനെ കുറിച്ചാണെങ്കിലും ആ സിനിമ പോകേണ്ട റൂട്ടിനെ കുറിച്ചാണെങ്കിലും നമ്മളേതായ പരിമിതികൾക്കുള്ളിൽ നിന്ന് നമുക്കറിയാലോ, ഇത് നമ്മൾ ചെയ്യുന്നതൊരു വലിയ കോടികളുടെ ഭയങ്കരമായ മുതൽ മുടക്കുള്ളൊരു സാധനമല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു മുതൽ മുടക്കാണ് ഇതാണ്. മറ്റുള്ള സിനിമകളെ കമ്പയർ ചെയ്യുമ്പോൾ അത് ചെറിയതാണെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ബഡ്ജറ്റ് വലിയ ബഡ്ജറ്റുമാണ്. അപ്പം അതിനെ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം എന്നുള്ള ഒരു ചർച്ച നടന്നതിന് ശേഷം തന്നെയാണ് ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ പിൻ പോയിൻറ്റ് സ്കാനിങ് ചെയ്തിട്ട് തന്നെയാണ് സിനിമ.
ഈ താരങ്ങളുടെ പ്രതിഫലം കൂടുന്നു, താരങ്ങളുടെ പ്രതിഫലം കാരണം സിനിമ നിർമ്മിക്കാൻ വയ്യ എന്നൊക്കെയാണ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ വരുന്നൊരു പൊതു ആവശ്യം. താരങ്ങളുടെ പ്രതിഫലം പ്രശ്നമാണോ? താരങ്ങളുടെ പേരിൽ നടക്കുന്ന ബിസിനസ് വേണ്ടെന്ന് വെച്ചാൽ മതി, അതിന് നിർമ്മാതാവ് തയ്യാറാവോ? അത് പറഞ്ഞാൽ മതി. താരങ്ങളുടെ പേരിൽ കിട്ടുന്ന ഒരു ബിസിനസ്സും എനിക്ക് വേണ്ട, എന്നിട്ട് നിങ്ങൾ നടനായി വരൂ എന്ന് ആ താരത്തോട് പറയുകയാണെങ്കിൽ അയാൾ ചിലപ്പോൾ പ്രതിഫലം കുറച്ചൊന്ന് വരും. എൻ്റെ പേരിലെ ബിസിനസ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ നടനായിട്ട് വരാം എന്ന് പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ അയാളെ പ്രതിഫലം നടക്കുക. അത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. ഒരു പ്രതിഫലം എന്ന് പറയുന്നത്, താരത്തിൻ്റെ പ്രതിഫലം എന്നൊക്കെ പറയുന്നത്, അയാളൊരു താരമായി മാറുന്നതിന് എന്ന് പറഞ്ഞാൽ ചില്ലറ അധ്വാനങ്ങളുണ്ടല്ലോ. അതിന് ശേഷമാണല്ലോ അയാൾ ഒരു ബ്രാൻഡായി മാറുമ്പോൾ കിട്ടുന്ന ഒരുപാട്. അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ താരത്തിൻ്റെ ഒരു ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇപ്പം പല താരങ്ങൾക്കും കഥ കേട്ടിട്ടല്ല ഡേറ്റ് കൊടുക്കുന്നത്. പല താരങ്ങളുടെ കാര്യം, ഞങ്ങളെപ്പോലുള്ള നടന്മാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. താരങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു 2 കൊല്ലത്തേക്കൊക്കെ അവരുടെ ഡേറ്റൊക്കെ ബുക്ക്ഡ് ആയിട്ടുണ്ടാവും. അതായത് ഓരോ നിർമ്മാതാവ് വന്നിട്ട് അഡ്വാൻസ് കൊടുക്കുന്നതാണ്. എനിക്കൊരു ഇത്ര ദിവസം, 30 ദിവസം, 40 ദിവസം, അല്ലാതെ ഇവർ ഒരു കഥയോ ഒന്നും ഉണ്ടായില്ല. ആ നിർമ്മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് ഉണ്ട് എന്ന് അറിയുന്ന സമയത്ത് മറ്റൊരു അയാളും തിരയുന്നുണ്ടാവും, നല്ല കഥ എവിടെയെങ്കിലും ഉണ്ടോ നോക്കി തിരയുന്നതാവും, അങ്ങനെ തിരയുന്നത്. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇത്രയും വലിയ തുക അഡ്വാൻസ് ആയിട്ടൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു മാർക്കറ്റ് ഉള്ളത് കൊണ്ടാണല്ലോ. പിന്നെ നമ്മൾ ഒരു കൂട്ടർ പ്രതിഫലം കുറയ്ക്കണം എന്നൊന്നും പറഞ്ഞു. പ്രതിഫലമൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് അവരത് വാങ്ങുന്നത്. അതില്ലാത്തവർ സിനിമ ചെയ്യാലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശ്രീചേട്ടൻ പറഞ്ഞ പോലെ സോമേട്ടനും ഗായത്രിയിൽ പുതുമുഖമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുതുമുഖങ്ങൾ വെച്ച് ചെയ്യാലോ. പലപ്പോഴും ഒരു സംഘടന തലപ്പത്തിരിക്കുന്ന ആളുകളോടൊക്കെ പ്രതിഷേധം ചെയ്യുന്ന ഒരാളായിട്ട് ഹരീഷ് ചേട്ടനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തിലകൻ സാറിൻ്റെ ആത്മാവ് ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോൾ തമിഴിലും തെലുങ്കിലും ഒക്കെ സ്ഥാനം ഉറപ്പിച്ച് അവിടെയൊക്കെ പ്രതിഫലം പറ്റി അവിടെ ഒരു സേഫ് സ്പേസ് ഉള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ മലയാളത്തിൽ സിനിമ ചെയ്യുന്ന ഹരീഷ് പേരടിയും ആ വിധത്തിൽ തന്നെയായിരിക്കുമോ പ്രതികരിക്കുക? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. കാരണം ഇത് അതുകൊണ്ടൊന്നല്ല സംഭവിക്കുന്ന വെച്ചാൽ നമുക്ക് പറയാനുള്ളത് പോലെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് ശോഭിതലനും ഷമ്മീതകനും പോലും അപ്പൊ പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പാണ് ഹരീഷേട്ടൻ പ്രതികരിക്കുന്നത്. ഞാൻ അവിടെയാണ് ചോദിക്കുന്നത്. അതായത് എല്ലാ കാലത്തും ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് പോവാറ്. എന്നിട്ട് അതേ സമയത്ത് വ്യക്തിപരമായിട്ടുള്ള ഒരാളോടും ഒരു പ്രശ്നവും വിരോധങ്ങളോ ഒന്നുമില്ല. ഞാൻ എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിൽ തന്നെയാണ്. പക്ഷെ സംഘടനാപരമായിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും, പറയണ്ടേ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലത്തെ ഒരു റിപ്പോർട്ട് വന്നിട്ട് അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞാൻ മിണ്ടാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല, പറയേണ്ട കാര്യമാണെങ്കിൽ പറയണം. ഈ വിജയ് പലപ്പോഴും രാഷ്ട്രീയത്തിലേക്ക് കയറിയതിൻ്റെ ഒരു അപ്ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഹരീഷേട്ടൻ്റെ ഏതെങ്കിലും സിനിമയും കൂടി വരുന്ന സമയത്ത് ആളുകൾ ഉടനെ ചോദിക്കുന്ന ചോദ്യമാണ് വിജയുടെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം, അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിജയ്ക്ക് അതിനുള്ള എല്ലാ ശേഷിയുമുണ്ട്, അവിടെ ഒരു വലിയ ഭരണമാറ്റത്തിനോ അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിനോ സാധ്യതയുണ്ടെന്നാണ് ഹരീഷ് പേരടിയുടെ അഭിപ്രായം. അത് വിജയുമായിട്ടുള്ള ദീർഘനേരം നടത്തിയ സംഭാഷണത്തിൻ്റെ ഫലമായിട്ട് നടന്നതാണോ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഹരീഷ് പേരടി എങ്ങനെ വിജയ് മനസ്സിലാക്കിയ വിധം കൊണ്ടാണോ, അതെങ്ങനെ സാധ്യമാകുന്നത്? സത്യപരമായിട്ട് അദ്ദേഹം ഒരു താരമായിട്ട് തന്നെയാണല്ലോ നമ്മൾ കാണുന്നത്. നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരു വലിയ പ്രമുഖനായ ഒരു താരമാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികൾ, അദ്ദേഹം ആളുകളോട് ഇടപെടുന്ന രീതി എല്ലാം കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനധികം പോകുന്ന എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരുപാട് തയ്യാറെടുപ്പുകൾ കൂടി തന്നെയാണ് വരുന്നത്. അപ്പം അത് വെറുതെ ആവാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘട്ടമുള്ളത്. പിന്നെ അദ്ദേഹം കൃത്യമായി നല്ല സിനിമകൾ ഇങ്ങനെ നന്നായി നിൽക്കുന്ന സമയത്ത്, സിനിമ കുറഞ്ഞ സമയത്തല്ല അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. സിനിമയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്താണ്, അദ്ദേഹം ഡേറ്റിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പം അത് വളരെ ശ്രദ്ധാപൂർവ്വം എടുക്കുന്ന തീരുമാനം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് ധൈര്യം വേണം.